കേരളത്തിലെ അഡീഷണൽ സർക്കാർ പ്ലീഡർ, അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ തസ്തികകളിലേക്ക് നടക്കുന്ന നിയമനങ്ങളിൽ ഭിന്നശേഷി സംവരണം നടപ്പിലാക്കുന്നില്ലെന്ന് ആരോപിച്ചു നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ചത്. 2016 ഭിന്നശേഷി അവകാശ നിയമപ്രകാരം എല്ലാ സർക്കാർ തസ്തികകളിലും നടത്തുന്ന നിയമനങ്ങളിൽ ഭിന്നശേഷിക്കാർക്ക് 4% സംവരണം ഏർപ്പെടുത്തേണ്ടതുണ്ട്. നിയമത്തിലെ 34-ാം വകുപ്പ് പ്രകാരം അഡീഷണൽ സർക്കാർ പ്ലീഡർ, അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ തസ്തികകളിലെ നിയമനങ്ങളിലും ഭിന്നശേഷിക്കാർക്ക് 4% സംവരണത്തിന് അർഹതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പത്തനംതിട്ട സ്വദേശി ഷിനു KR ആണ് കോടതിയെ സമീപിച്ചത്. എന്നാൽ അഡീഷണൽ സർക്കാർ പ്ലീഡർ, അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ തസ്തികകൾ കേഡർ തസ്തികകളല്ല എന്നും താൽക്കാലികവും കരാർ അടിസ്ഥാനത്തിൽ ഉള്ളതാണെന്നും ചൂണ്ടിക്കാട്ടിയ ഷിനുവിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിനെതിരെയാണ് ഷിനു സുപ്രീം കോടതിയെ സമീപിച്ചത്. 2006 ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾക്കായി ഐക്യരാഷ്ട്രസഭ തയ്യാറാക്കിയ കൺവെൻഷനിൽ ഇന്ത്യ ഒപ്പുവെച്ചിട്ടുണ്ടെന്ന് ഹർജിക്കാരന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ MR അഭിലാഷ് ചൂണ്ടിക്കാട്ടി. 2007 ഒക്ടോബറിലാണ് ഇന്ത്യ കൺവെൻഷനിൽ ഒപ്പുവെച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 2016 ഭിന്നശേഷി അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയതെന്നും അഭിലാഷ് വാദിച്ചു. രാജ്യാന്തര കൺവെൻഷന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ നിയമത്തിലെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധ്യതയുണ്ട്. സർക്കാർ അഭിഭാഷക നിയമവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ചട്ടങ്ങൾ ഇതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും രാജ്യാന്തര കൺവെൻഷനും കേന്ദ്ര നിയമവും നിലനിൽക്കുന്നതിനാൽ അതിന് പ്രസക്തിയില്ലേ എന്നും അഭിലാഷ് ചൂണ്ടിക്കാട്ടി. തുടർന്നാണ് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ചത്. 4 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി ഫയൽ ചെയ്യുവാനും കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു.